തീവ്രമഴയിൽ വലഞ്ഞ് കേരളം. 9 ജില്ലകളിൽ റെഡ് അലർട്ട്, 5ഇടത്ത് ഓറഞ്ച് മുന്നറിയിപ്പാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി തുടരുന്നു. നാളെ വരെ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി, മന്ത്രിമാർ ജില്ലകളിൽ തുടരും. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, ഒരു അല്പം ആശ്വാസമുള്ള ഒരിടം തിരുവനന്തപുരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റിടങ്ങളെ അപേക്ഷിച്ച് മഴ കുറവാണ്. പക്ഷേ പെയ്ത ഇടങ്ങളിലൊക്കെയും ദുരിതമുണ്ട്, അക്കാര്യത്തിൽ സംശയമില്ല. എങ്ങനെയാണ് ഈ മഴ, പ്രളയസമാനമായ ഒരു മഴയുടെ അന്തരീക്ഷത്തെ സർക്കാർ ഏകോപിപ്പിക്കുന്നത്? കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തലസ്ഥാന ജില്ലയ്ക്ക് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. എങ്കിൽ പോലും ജില്ലയുടെ പല ഭാഗങ്ങളിലും മഴയില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ 9 ജില്ലകൾക്ക് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശൂർ, ഒപ്പം തന്നെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും തുടരുകയാണ്. എന്തായാലും ഒരു ആശങ്കാജനകമായ സാഹചര്യം സംസ്ഥാനത്തെ പല ജില്ലകളിലും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് രാവിലെ മുതൽ തന്നെയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പല മേഖലകളിലും ഉരുൾപൊട്ടൽ അടക്കമുള്ള സാഹചര്യമുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഈ കാലവർഷമൊക്കെ കഴിയുന്ന ശേഷം ഈ തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി അത് നിലനിൽക്കുന്നതാണ് സംസ്ഥാനത്ത് ഈ മഴ തുടരാൻ കാരണമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന 2 ദിവസം കൂടി ഈ മഴ സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് അവരുടെ മുന്നറിയിപ്പിൽ പറയുന്നത്. ഒപ്പം തന്നെ അതിശക്തമായ കാറ്റിന് വരും മണിക്കൂറിൽ സാധ്യതയുണ്ട്. 45 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ അത്തരം മേഖലകളിൽ താമസിക്കുന്നവരും തീരദേശങ്ങളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് ഈ മണിക്കൂറിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഒപ്പം തന്നെ മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ആളുകളെ ഒഴിപ്പിക്കാനും അവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ജില്ലാ ഭരണകൂടങ്ങൾ തയ്യാറാക്കണമെന്നൊരു മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം, ഓരോ ജില്ലയിലെയും സാഹചര്യം മുഖ്യമന്ത്രിയും സർക്കാർ വകുപ്പുകളും നിരീക്ഷിക്കുകയാണ്. സാഹചര്യം മുഖ്യമന്ത്രി വിലയിരുത്തിയതോടൊപ്പം തന്നെ ഓരോ ജില്ലകൾക്കും പ്രത്യേകമായി ചുമതല ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഓരോ ജില്ലാ ചുമതലകളും ജില്ലകൾക്ക് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും മന്ത്രിമാരുടെയും ജില്ലാ കളക്ടർമാരുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തെ മഴക്കെടുതി സാഹചര്യം മുഖ്യമന്ത്രി വിലയിരുത്തുകയായിരുന്നു. അതിനുശേഷം ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരോട് അതാത് ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് CP ജോണും ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ PC വിഷ്ണുനാഥും കോട്ടയത്ത് മോൻസ് ജോസഫും ഇടുക്കിയിൽ അനൂപ് ജേക്കബും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഏകോപനം റവന്യൂ മന്ത്രി നിർവഹിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുകയും ചെയ്തത്. മഴക്കെടുതി രൂക്ഷമായ മേഖലകളിലെ MLA-മാരുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആശങ്ക നിൽക്കുന്നത് ഇടുക്കി, വയനാട്, കൂടാതെ തന്നെ ആലപ്പുഴ, എറണാകുളം, കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ്. ഈ ജില്ലകളിലെ ജില്ലാ കളക്ടർമാർക്ക് അടിയന്തര സാഹചര്യം നേരിടാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 2 പേരെ കാണാതായ തിരുവനന്തപുരത്തും ഒപ്പം തന്നെ മുതലപ്പുഴയിലും കോസ്റ്റ് ഗാർഡിന്റെ വെസൽസ് തെരച്ചിൽ നടത്തുകയാണ് ഉൾക്കടലിൽ. കൂടാതെ തന്നെ കോസ്റ്റ് ഗാർഡും നേവിയും സംയുക്തമായിട്ടാണ് തെരച്ചിൽ നടത്തുന്നത്. എന്നാലും ആശങ്ക വേണ്ട, ജാഗ്രത വേണമെന്നാണ് പറയുന്നതെങ്കിൽ പോലും ഈ അലേർട്ടുകൾ, റെഡ് അലേർട്ട് തന്നെ തുടരുന്നത് ചെറിയ തോതിലുള്ള ആശങ്ക പൊതുജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ തന്നെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി അടക്കമുള്ള വേണ്ട, ജാഗ്രത മതി എന്നത് ഇപ്പോൾ ഒരു പതിവ് പല്ലവിയായി മാറുകയാണ്. പക്ഷേ ഈ ജാഗ്രത സർക്കാരിന് മഴ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ കുറേയൊക്കെ സമാശ്വാസം സാധ്യമാകുമായിരുന്നല്ലോ. തീർച്ചയായും കൃഷ്ണരാജ്, കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ സർക്കാരിനെതിരെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ജില്ലാ ഭരണകൂടങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസമായി മഴ മുന്നറിയിപ്പുകൾ വരുന്നുണ്ട് പല ജില്ലകളിലും. പക്ഷേ ആ മഴ മുന്നറിയിപ്പുകളെ കാര്യമായി ജില്ലാ ഭരണകൂടങ്ങളോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോ ഗവനിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രതിസന്ധിയും ഈ ഒരു പ്രത്യാഘാതവും ഇത്രയധികം ഉണ്ടാക്കിയത് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഓറഞ്ച് അലർട്ടുകൾ പല ജില്ലകൾക്കും ഉണ്ടായിരുന്നു. വയനാട്, ഇടുക്കി, ഒപ്പം തന്നെ കോട്ടയം അടക്കമുള്ള ജില്ലകൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ ജില്ലകളിൽ ഈ മണ്ണിടിച്ചിൽ, മലയിടിച്ചിലുള്ള സാധ്യതാ മേഖലകളുണ്ട്. അവിടെ ഒന്നും തന്നെ കാര്യമായ ഒരു പ്രവർത്തനം പ്രാദേശിക അടിസ്ഥാനത്തിൽ നടന്നില്ല എന്നുള്ള വിമർശനം ഉയരുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വിലയിരുത്തൽ വരുന്നു. കൂടാതെ തന്നെ ഈ ആളുകളെ മാറ്റി പാർപ്പിക്കാതിരുന്നതും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലെ രക്ഷാപ്രവർത്തനം കൃത്യമായി നടത്താത്തതും ആഘാതം കൂട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ വരികയാണ്. സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. നമുക്കറിയാം, വയനാട്ടിലടക്കം
കാര്യമായ മുന്നറിയിപ്പ് നിന്നിട്ടും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാത്തത് ഉരുൾപൊട്ടൽ സാധ്യത അവിടെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് ഉണ്ടാക്കിയതാണ്. സമാനമായ സാഹചര്യം ഇപ്പോൾ ഇവിടെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തലായി വരുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നുള്ളൊരു ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുമുണ്ട്. എന്തായാലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വരുന്ന അടുത്ത ബുള്ളറ്റിനിൽ ഏതൊക്കെ ജില്ലകൾക്ക് റെഡ് അലർട്ടുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ കാര്യമായി പരിശോധിക്കേണ്ടത്. എന്തായാലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഈ അതിതീവ്രമായ മഴ ഈ മണിക്കൂറിലും തുടരുന്നത്. തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലയുടെ ചില മേഖലകളിലുമാണ് നേരിയ തോതിലെങ്കിലും മഴ കുറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ആ മേഖലകളുടെ തീരദേശ മേഖലകളിൽ ആശങ്ക കൂടുകയാണ്. തീരദേശ മേഖലകളിൽ കടൽക്ഷോഭവും കടൽ പ്രക്ഷുബ്ധമായി നിൽക്കുന്നുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ട്രോളിംഗ് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇന്നലെ രാത്രി വൈകിയൊക്കെ കടലിൽ പോയ ചില വള്ളങ്ങൾ തിരികെ വരാത്തതും ചിലരെ കാണാതായതും ആ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനും ഒപ്പം തന്നെ പ്രതിസന്ധിക്കും ഇടവെച്ചിട്ടുണ്ട്. അതിലടക്കം സർക്കാരിനെതിരെ വിമർശനവും ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുകയാണ്. കൃഷ്ണരാജ്. ശാലിനി, ഏതായാലും വടക്കും മധ്യ കേരളത്തിലും പെരുമഴയാണ്. തെക്ക് പത്തനംതിട്ടയിലും വല്ലാത്ത മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴും ആശങ്കയുണ്ട്. സർക്കാർ പ്രവർത്തനങ്ങളെ ഇപ്പോൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മന്ത്രിമാർ ജില്ലകളിൽ തുടരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.